കോഴിക്കോട് ബൊലേറോ ജീപ്പ് മോഷ്ടിച്ച് കടത്തുന്നതിനിടെ അപകടം. മലപ്പുറം വള്ളിക്കുന്ന് സ്വദേശിയായ മോഷ്ടാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. നിരവധി മോഷണ കേസുകളിലെ പ്രതിയായ മുനീബാണ് പിടിയിലായത്. കൊടുവള്ളിയിൽ ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത്. അഖില CP വിശദാംശങ്ങളുമായി ചേരുന്നു. അഖില, ഈ മോഷ്ടിച്ച വാഹനം കൊണ്ടുപോകുന്നതിനിടയ്ക്ക് എവിടെ വെച്ചാണ് അപകടം ഉണ്ടായത്? അപകടത്തിൽ ആർക്കെങ്കിലും പരിക്കോ കാര്യമായ പ്രശ്നങ്ങളോ പറ്റിയിട്ടുണ്ടോ? വിശദാംശങ്ങൾ എന്താണ് അഖില? മോത്തി, ഇന്നലെ രാത്രി 9:30 സംഭവം. അതായത് ഈ ബൊലേറോ ജീപ്പ് എടുത്തു കൊണ്ടുപോകുന്നതിനിടയിൽ കൊടുവള്ളിയിൽ വെച്ചാണ് അപകടമുണ്ടാകുന്നത്. കൊടുവള്ളിയിൽ ഒരു കാറിൻ്റെ ബാക്കിലായി തട്ടുകയും പിന്നീട് ഈ നാട്ടുകാർ, അപ്പോൾ ഈ ബൊലേറോ ജീപ്പ് മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ ഉടമ ഈ കൈതപ്പൊയിലും താമരശ്ശേരിയും മീങ്ങാപ്പുഴയിലൊക്കെ ആളുകളെ വിവരം അറിയിക്കുന്നുണ്ട്, ഇത്തരത്തിലൊരു ജീപ്പ് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നുണ്ടെന്ന്. അത്തരത്തിൽ നാട്ടുകാരും പോലീസും എല്ലാം സജ്ജമായിരുന്നു. ഈ ജീപ്പിനെ ഈ നാട്ടുകാരെല്ലാവരും പിന്തുടരുന്നുമുണ്ടായിരുന്നു. ആ ഭയത്തോടെയാണ് അയാൾ ജീപ്പ് എടുത്തു കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് അപകടം ഉണ്ടാകുന്നത്. കാറിന്റെ മുകളിൽ കൊടുവള്ളിയിൽ വെച്ച് കാറിൽ ഇടിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാവുകയും അവിടെ വണ്ടി നിർത്തിയിടുകയും പിന്നീട് നാട്ടുകാരെല്ലാം ചേർന്ന് പോലീസിന് കൈമാറുകയും ചെയ്തത്. അപ്പോൾ ഇന്നലെ രാത്രി 9:00 മോഷണം നടക്കുന്നത്. ഈ കുടുംബം, ബൊലേറോ ജീപ്പിലുണ്ടായിരുന്ന കുടുംബം സമീപത്തുള്ള ഒരു തുണിക്കടയിൽ ഡ്രസ്സ് വാങ്ങാനായി കയറിയപ്പോൾ ഈ ജീപ്പിൽ കീ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതായത് ജീപ്പിൽ കീ ഉണ്ടെന്ന് മനസ്സിലാക്കിയ മോഷ്ടാവ് അത് വേഗം ഉള്ളിലേക്ക് കയറി ജീപ്പ് എടുത്തു കൊണ്ടുപോവുകയായിരുന്നു. അപ്പോൾ ഈ ഉടമയ്ക്ക് അത് നോക്കി നിൽക്കാനേ സാധിച്ചുള്ളൂ. അങ്ങനെയാണ് ഈ ഉടമ ഈ നാട്ടുകാരെയും പോലീസിനെയും എല്ലാം വിവരം അറിയിച്ച് ഇത്തരത്തിൽ ജീപ്പ് കടത്തിക്കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളൊരു വിവരം കൈമാറിയത്. ഈ മുനീബ് മലപ്പുറം വള്ളിക്കുന്ന് സ്വദേശിയാണ്. അപ്പോൾ നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ്. കാറും ബൈക്കും എല്ലാം മോഷ്ടിച്ചിട്ടും നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ്. എന്തായാലും പ്രതിയും ജീപ്പും പിടികൂടിയിട്ടുണ്ട്. ഇനി തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് വിചാരിക്കുന്നത്. ശരി അഖില.